ഹായ്, നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉള്ളിലേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ഈത്തപ്പഴം കൂടി കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ നല്ല മൂട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ കരിപ്പൊട്ടിയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മെൽറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഉള്ളിയും ഈത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2-3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ മെൽറ്റാക്കാൻ വെച്ചിരുന്ന നമ്മളെ കരിപ്പൊട്ടിയൊക്കെ പാനിയായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിനകത്ത് കിടന്ന് തന്നെ ഇതൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിക്ക് പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു 1.5 മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ ചേർക്കും പോലെ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ചേർക്കണ്ട. ഒറ്റ പാല് തന്നെ നല്ല കട്ടിക്കായിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല പരുവത്തിനൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിനൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മൾ 4-5 ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ച് തന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തേതു. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാമൊക്കെ പൊടിച്ച് ചേർത്താൽ കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഈ 2 സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളകി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൂടെ ഇതിനകത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പം നല്ലൊരു പരുവത്തിന് കിട്ടുകയും ചെയ്യും. അടിക്ക് പിടിക്കാത്ത രീതിയിൽ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈ എടുക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിളവിനും പിന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ്. പണ്ടൊക്കെ ഇത് പ്രസവരക്ഷാ മരുന്ന് പോലെയാണ് പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പെൺകുട്ടികൾക്കും പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലേഹ്യമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. കുറഞ്ഞ ചിലവിലൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതിന് കൂടെ നന്നായിട്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കുറുകുന്ന പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിനായി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സബ് ചെയ്യാൻ